നമ്മുടെ നാടൻ കാച്ചിയ എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള എണ്ണയാണ്. അപ്പോൾ ഇതെങ്ങനെ കാച്ചണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യം എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ വേണ്ടതെന്ന് നോക്കാം. ഇതിൽ ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ചെമ്പരത്തിയാണ്. എല്ലാം നാടനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരെണ്ണം പോലും എന്താ പറയുക നാടനല്ലാത്തതില്ല. നമ്മുടെ ചുറ്റുപാടത്തും കിട്ടുന്ന എല്ലാ ഐറ്റംസാണ്. അപ്പോൾ ഇതിൽ ചെമ്പരത്തി 5 ഇതൾ നല്ല ചുവന്ന ചെമ്പരത്തി, അതുപോലെ നെല്ലിക്ക. ഇപ്പോൾ നേരത്തെ കാണിച്ചിരുന്ന നെല്ലിമരം ഉണ്ടല്ലോ, അതിൻ്റെ നെല്ലിക്കയാണ് ഒരു 5-6 എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരു 4 മതിയാവും. ഇതൊരു 5-6 എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം വലിപ്പമായതുകൊണ്ട്. അതുപോലെ അതിൻ്റെ കുരുക്കെ കളഞ്ഞ് മുറിച്ച് വെച്ചാണ്. പിന്നെ ഇത് കഞ്ഞുണ്ണിയാണ്, കയ്യൂന്നി, പിന്നെ ബൃങ്ക എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. അപ്പോൾ കഞ്ഞുണ്ണി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 മുട്ട എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അത് 5-6 മുട്ടായാലും കുഴപ്പമില്ല. ചെമ്പരത്തിയുടെ തന്നെ മുട്ട്, പിന്നെ മൈലാഞ്ചി, ഈ ഇലകളുണ്ടല്ലോ, മൈലാഞ്ചി ആണെങ്കിലും പിന്നെ കഞ്ഞുണ്ണി ആണെങ്കിലും, അതുപോലെ നമ്മൾ കറിവേപ്പില എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കൈപ്പിടിയിലാണ് അളവിൽ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇത് അലോവേരയാണ്, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴയുടെ മുള്ളും പിന്നെ അതുപോലെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് കറിവേപ്പില. എല്ലാം നല്ല നാടൻ സാധനങ്ങളാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഈ 5 ഐറ്റംസ് കൂടാതെ 6 ഐറ്റംസ് കൂടാതെ ഒരു 7ാമതൊരു സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ട്. നമ്മുടെ ഹെയറിന് ഗ്രോത്തിനൊക്കെ നല്ലതാണ് അത്. അതുപോലെ താരൻ പോകാനും. അപ്പോൾ അത് അവസാനമാണ് നമ്മൾ ചേർക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ഇല്ലാതെ തന്നെ, വാട്ടർ കണ്ടൻറ്റ് ഒട്ടും ഇതിൽ പാടില്ല. അപ്പോൾ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഏകദേശം ഒരു ചമ്മന്തിയുടെ പരുവം ആവണ വരെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഈ അലോവേരയുടെ ജെല്ലുള്ളത് കൊണ്ട് നന്നായിട്ട് അരഞ്ഞു കിട്ടും. അങ്ങനെ അരച്ചെടുത്ത ഇതാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇത് നമ്മൾ വെള്ളം തൊടിക്കാതെ ഇത് ചെയ്യണം. അപ്പോഴാണ് ഈ എണ്ണ കേടുകൂടാതെ നമുക്ക് ഇരിക്കുക. കുറേ നാൾ, എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. ഇത് തേച്ച് കഴിയണ വരെ ഇരിക്കും. ഞാനിപ്പോൾ ഒരു ഗ്യാസിൽ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിലേക്ക് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വയ്ക്കുക, അതുപോലെ വെള്ളം ആവാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കുക. എപ്പോഴും എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കേടാവുന്നത് അതിൽ വെള്ളത്തിൻ്റെ അളവ് വരുന്നതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇതിന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനൊരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിലിൽ വെളിച്ചെണ്ണ, നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അത് വീട്ടിൽ തന്നെ നമ്മൾ കൊപ്പര ഉണ്ടാക്കി ആട്ടിയെടുക്കുന്ന നാടൻ വെളിച്ചെണ്ണ. അത് ഒരു 1/2 ലിറ്റർ ഇതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ അരച്ച് വെച്ചിട്ടുള്ള മിക്സും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. മരത്തിൻ്റെ തവിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇളക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് തിളച്ച് വരുമ്പോൾ പിന്നെ ഒരു ലോ ടു മീഡിയം, അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് അങ്ങനെ വെച്ചിരിക്കുക. നന്നായിട്ട് ഇത് ചൂടാവണം, തിളച്ച് വരുന്ന വരെ വെച്ചിരിക്കണം. അപ്പോൾ ഇത് തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളിപ്പോൾ ഇട്ടിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിൽ വെള്ളം ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇത് തിളച്ച് എണ്ണ ആയി കഴിഞ്ഞാൽ ഇത് ചൂട് നന്നായിട്ട് ആറുന്ന വരെ നമ്മൾ ഓപ്പൺ ചെയ്ത് തന്നെ വെക്കണം. ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നീരാവി വന്നിട്ട് അതിൽ വെള്ളം വരും. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് ഒട്ടും വരാതിരിക്കാനായിട്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും എണ്ണ ഉണ്ടാക്കുമ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ ഇത് വന്നിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. ഞാൻ 7ാമത് നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലുണ്ടെന്ന്, അത് ഉലുവയാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഹെയറിന് ഗ്രോത്തിനാണെങ്കിലും താരം പോകാനാണെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യണതാണ് ഈ ഒരു ഉലുവ എന്ന് പറയുന്ന സാധനം. നിങ്ങൾക്ക് ഓൾറെഡി അറിയണ കാര്യമാണല്ലോ. അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചെറിയ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഒരു 10-20-25 മിനിറ്റോളം വേണം. അപ്പോൾ എണ്ണയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ഞാൻ എണ്ണ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് ഒരു 1/2 ലിറ്ററാണ്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണിത്. അപ്പോൾ 1 ലിറ്റർ നിങ്ങൾ കാച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതിൻ്റെ ഡബിളായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുക. അങ്ങനെ ഇപ്പോൾ ഏകദേശം 1 സ്പൂണാണ് കേട്ടോ നമ്മൾ ഉലുവതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നന്നായിട്ട് ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഏകദേശം നമ്മൾ ഈ പലഹാരങ്ങളൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ പൊടികളൊക്കെ ഒന്ന് ക്രിസ്പി ആവില്ല, അതുപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ മിക്സിലെ തരികളൊക്കെ ക്രിസ്പി ആയി വരണ വരെ നമ്മളിത് ചെയ്യാം. ഇങ്ങനെ അടുപ്പത്ത് വെച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ ഇതിങ്ങനെ താഴെ വന്നിരുന്ന് കരിയും ഇതിൻ്റെ വെയിറ്റ് കൊണ്ട്. അപ്പോൾ അത് ആവാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ നമുക്ക് ഗ്രോത്ത് വൈസ് അല്ല, നമ്മുടെ ഹെയറിൻ്റെ
ഗ്രേ ഉണ്ടാവാതിരിക്കാൻ, നിര ഇല്ലാതിരിക്കാനാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ മുടി നല്ല സ്മൂത്താക്കാനും കണ്ടീഷനായിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ അധികം താരനൊന്നും വരില്ല. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു, 20 മിനിറ്റ് 25 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തു. ഞാനിത് 2 മാസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കൊരു തപ്പിപ്പിടുത്തം വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനിത് യൂസ് ചെയ്തിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ റിസൾട്ട് ഇല്ലാതെ ഈ വീഡിയോ ഇട്ടിട്ട് അതിലൊരു അർത്ഥമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ യൂസ് ചെയ്ത ബെനിഫിറ്റ് കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യണതൊക്കെ. അപ്പം ഞാനിത് ഒരു ദിവസം അങ്ങനെ വെച്ചു. അപ്പോൾ ആ ഇരുമ്പിൻ്റെ സത്തൊക്കെ ആ ഓയിലിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരുന്നവരെ തുറന്ന് തന്നെ വെച്ചു. അത് കഴിഞ്ഞതിന് ഇത് ക്ലോസ് ചെയ്തത്. അതിനുശേഷം പിറ്റേ ദിവസം ഏകദേശം ഒരു ഉച്ചയായി. ഇപ്പം ഞാൻ ഉച്ചയ്ക്കാണ് കാച്ചി വെച്ചെങ്കിൽ പിറ്റേ ദിവസം ഏകദേശം ഉച്ചയാവണ വരെ ഞാനത് അങ്ങനെ വെച്ചിട്ട് പിന്നീടാണ് അരിച്ചത്. അപ്പോൾ അത് അത്രയും നേരം അതിലിരുന്നിട്ട് അരിച്ചെടുക്കുക. നമ്മൾ സാധാരണ ഓയിലൊക്കെ അരിച്ച് കുപ്പിയിലൊഴിക്കണ പോലെ ഇതും നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് ബോട്ടിലാക്കിയിട്ട് ഞാനിപ്പോൾ ഓയിലെടുത്ത അതേ പാത്രത്തിൽ തന്നെയാണിത് ഒഴിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം അത്ര തന്നെ വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട്. ഒരിത്തിരി കുറവുണ്ട്. അതിപ്പോൾ ഈ കരിഞ്ഞ ഇതിലൊക്കെ കുറച്ച് എണ്ണ നമുക്ക് കുറവ് വരുമല്ലോ. ആ ഒരു എണ്ണ കുറവ് വന്നിട്ടുള്ളൂ. എന്നാലും ഒരുവിധമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ എണ്ണ ഞാൻ ഇതിൽ നിന്ന് ഡയറക്റ്റ് അല്ല യൂസ് ചെയ്യുന്നത്, വേറെ ചെറിയ കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് അതിൽ നിന്നാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ നനഞ്ഞ കൈ കൊണ്ട് എണ്ണ എടുക്കുമ്പോൾ ആ നനവായിട്ടും എണ്ണ കേടുവരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ എണ്ണ കേടുവരാതിരിക്കാനും ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറയുക, നമുക്ക് ഈ ഹെയർ ഓയിൽ കൊണ്ട് ഗുണം ഉണ്ടാവാൻ ഇത് പറ്റുകയാണെങ്കിൽ നമുക്കിതൊരു സ്പൂണിലെടുത്ത് ചെറിയ ചൂടാക്കിയിട്ട് നന്നായിട്ട് തല ഒന്ന് കോംബ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്തിട്ട് എണ്ണ എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. നമ്മുടെ സൈഡിലായിട്ടും പിന്നെ ബാക്ക് സൈഡിലും പിന്നെ തലയുടെ മുകളിൽ നെറുകിലായിട്ടൊക്കെ ഒന്ന് നന്നായിട്ട് റൂട്ടിൽ പിടിച്ചിട്ട് സ്കാൽപ്പിൽ പിടിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മൈൽഡായിട്ടുള്ള ഷാമ്പു ഇട്ടിട്ട് കഴുകി കളയാം. ആഴ്ചയിൽ 2-3 ദിവസം മാക്സിമം ഉപയോഗിക്കുക. ഒരു ദിവസം ഉപയോഗിച്ചാലും കുഴപ്പമില്ല. നമ്മുടെ മുടിയുടെ കണ്ടീഷനനുസരിച്ചിട്ട് എൻ്റെ മുടി ഡ്രൈ ആണ്, അതുകൊണ്ട് ഞാൻ 2 ദിവസമൊക്കെ 2-3 ദിവസമൊക്കെ ചെയ്യാറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ഹെയർ ഇങ്ങനെ ഗ്രേ ആവുന്നതിന് വളരെയധികം കൺട്രോൾ ആവുന്നുണ്ട്. മുടിക്ക് നല്ലൊരു കണ്ടീഷനിങ് നൽകുന്നുണ്ട് കേട്ടോ. സിൽക്കി ആയിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ മുടിയുടെ കളറാണ് മെയിനായിട്ട് ഈ ഒരു എണ്ണ കൊണ്ട് ഉണ്ടാവുന്ന റിസൾട്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ കാച്ചി നോക്കുക. അത് വെള്ളത്തിൻ്റെ അളവൊന്നും ആവാതെ നല്ല രീതിയിൽ കാച്ചിട്ട് ഉപയോഗിക്കുക. കുറേ നാൾ നമുക്കത് ഉപയോഗിക്കാനും പറ്റും. പിന്നെ നമ്മുടെ മുടിക്ക് വേറെ ഓയിലൊന്നും പിന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ ഫുഡിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഹെയറിൻ്റെ ഇതുണ്ടാവും. എന്താ പറയുക, ഗ്രേ ആവണത് കുറയും. ഈ ഓയിൽ കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ഹെയർ നരയ്ക്കുന്നതിന് ഒരു കൺട്രോൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മുടെ ഫാമിലി എല്ലാവരും, ചെറിയ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും പ്രായഭേദമന്യേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലാണിത്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുവന്നുള്ളി കൂടി ആഡ് ചെയ്യാം. പക്ഷേ ചുവന്നുള്ളിയുടെ മണം എനിക്ക് അത്ര ഇഷ്ടമില്ല. അതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അതിടുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കമൻറ്റ് ബോക്സിൽ വന്നിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നല്ല വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ആക്കി വെക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.